പാലസ്തീൻ തടവുകാർക്ക് വധശിക്ഷ നൽകുന്ന നിയമത്തിന് ഇസ്രായേൽ പാർലമെന്റായ നെസറ്റ് അംഗീകാരം നൽകി. ഇസ്രായേൽ സൈനിക കോടതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ഹമാസ് ഉൾപ്പെടെയുള്ള പാലസ്തീനികൾക്ക് വധശിക്ഷ നിർബന്ധമാക്കുന്നതാണ് പുതിയ നിയമം. തിങ്കളാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 48-നെതിരെ 62 വോട്ടുകൾക്കാണ് ബില്ല് പാസായത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് വളരെ അപൂർവമായ സാഹചര്യത്തിലാണ് ഈ നീക്കം. നിയമപ്രകാരം കോടതി ഭീകരാക്രമണം എന്ന് വിധിക്കുന്ന കേസുകളിൽ ഇനി മുതൽ കുറ്റക്കാരായ പാലസ്തീനികൾക്ക് വധശിക്ഷ വരെ ലഭിക്കാം. കുറ്റവാളിയെന്ന് കണ്ടെത്തി 90 ദിവസത്തിനുള്ളിലാണ് ശിക്ഷ നടപ്പിലാക്കുക. പരമാവധി 180 ദിവസം വരെ മാത്രമേ ശിക്ഷ നീട്ടിവെക്കുവാൻ പാടുള്ളൂ. UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ നിയമത്തിനെതിരെ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തി. ഇത് ഇസ്രായേലിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. അസോസിയേഷൻ ഫോർ സിവിൽ റൈറ്റ്സ് ഇൻ ഇസ്രായേൽ ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ നിയമം ഭരണഘടനാ വിരുദ്ധവും വിവേചനപരവുമാണെന്നാണ് ഇവരുടെ വാദം. കോടതി ഇനി ഈ ഹർജി പരിഗണിക്കും. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇതുവരെ 2 പേരെ മാത്രമാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഹോളോകോസ്റ്റ് ആസൂത്രകനായ നാസി ഉദ്യോഗസ്ഥൻ അഡോൾഫ് ഐക്മാൻ ആയിരുന്നു.